ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളത്തു നിന്നും തുടക്കമായി. ഉച്ചയ്ക്ക് 1 മണിയോടെ തുടങ്ങിയ ഘോഷയാത്ര മകരവിളക്ക് ദിവസം സന്ധ്യയോടെ സന്നിധാനത്ത് എത്തിച്ചു. തിരുവാഭരണ പേടക സംഘം രാവിലെ കൊട്ടാരത്തിലെത്തി മുതിർന്ന അംഗത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാനെയും രാജപ്രതിനിധിയെയും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ക്ഷേത്രനടയടച്ച് ചടങ്ങുകൾ ആരംഭിച്ചു. ശ്രീകോവിൽ പൂജിച്ച ഉടവാൾ മേൽശാന്തി വലിയ തമ്പുരാനെ ഏൽപ്പിച്ചു. വലിയ തമ്പുരാൻ ഘോഷയാത്ര നയിക്കാനായി അത് രാജപ്രതിനിധിക്ക് കൈമാറി. പെട്ടിയടച്ച് നീരാഞ്ജനം ഒഴിഞ്ഞു. തുടർന്ന് തിരുവാഭരണങ്ങൾ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ആഭരണങ്ങളും പൂജാപാത്രങ്ങളും കൊടിയും ജീവിതകളും അടങ്ങുന്ന 3 പെട്ടികളാണ് ശബരിമലയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. തിരുമുഖമടങ്ങുന്ന ആദ്യത്തെ പെട്ടിയാണ് ഇതിൽ പ്രധാനം. അയ്യപ്പനെ യോദ്ധാവായി കാണണമെന്നാഗ്രഹിച്ച പന്തളരാജൻ പണികഴിപ്പിച്ചത് യോദ്ധാവിന്റെ രൂപത്തിലുള്ള തിരുമുഖമാണ്. ആഭരണങ്ങളിൽ പ്രധാനം ഇന്ദ്രനീല കല്ല് പതിച്ച ശബരീശ വിഗ്രഹത്തിൽ ചാർത്താൻ പാകത്തിലുള്ള തിരുമുഖം തന്നെയാണ്. കൂടാതെ നവരത്നമോതിരം, മാലകൾ, ചുരിക, വാൾ, സ്വർണത്തളിക, പ്രഭാമണ്ഡലം, ആന, പുലി, പൂർണ്ണ, പുഷ്കലമാർ എന്നിവ പ്രധാന പെട്ടിയിലുണ്ടാകും. പെട്ടിയിലുള്ള ചുരികയും പിടിച്ചാണ് രാജപ്രതിനിധി 18ാം പടി കയറി ദർശനം നടത്തുന്നത്. രണ്ടാമത്തെ പെട്ടിയിൽ കളഭാഭിഷേകത്തിനുള്ള സ്വർണ്ണക്കുടം, വെള്ളികെട്ടിയ ശംഖ്, പൂജാപാത്രങ്ങൾ എന്നിവയും, മൂന്നാമത്തെ പെട്ടിയിൽ ശബരിമലയിൽ എഴുന്നള്ളിപ്പിനുള്ള ജീവിത, നെറ്റിപ്പട്ടം, തലപ്പാറ, ഉടുമ്പാറ മലകളുടെ കൊടികൾ എന്നിവയുമാണ് ഉള്ളത്. സന്നിധാനത്തേക്കുള്ള യാത്രക്കിടയിൽ തിരുവാഭരണത്തിന് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. ന്യൂസ് ബ്യൂറോ, പന്തളം.